ഹായ് ഓൾ, വെൽക്കം ടു റേസ് ഏഗൺ. നിങ്ങളുടെ സ്വന്തം AK ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കുറേ ആൾക്കാർ തെറ്റിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ 1 മാർക്ക് എന്ന് പറഞ്ഞാൽ. ഇനി തെറ്റിക്കരുത്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതാ പിടിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ബോട്ട് ഓൺ എ ലേക്ക് ഡിസ്പ്ലേസസ് 6000 കിലോഗ്രാം ഓഫ് വാട്ടർ. കാൽക്കുലേറ്റ് ദ ബ്യൂവൻറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബോട്ട്. അതായത് ഒരു തടാകത്തിൽ കൂടി ബോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് 6000 കിലോഗ്രാം വെള്ളത്തെ ആദേശം ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു. അപ്പം ബോട്ട് അനുഭവിച്ച ബ്യൂവൻസി എത്ര എന്നാണ് ചോദ്യം. മക്കളെ, ഇവിടെ മാസ തന്നത് 6000 കിലോഗ്രാം എന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കണം. എന്തിനാണ് വെയിറ്റ് കാണാൻ പറയുന്നത്? വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് അല്ല, വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു ബ്യൂവൻസി. പഠിച്ചല്ലേ? ആദേശം ചെയ്യുന്ന വെള്ളത്തിൻ്റെ അതേ ഭാരമായിരിക്കും എന്ത്? ബ്യൂവൻസി എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് വെയിറ്റ് കാണാം. M×G ആണ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 6000 × 9.8 നമുക്ക് 10 എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60,000 എന്നാണ് കിട്ടുക. ശരിയല്ലേ? അല്ലേ? അപ്പോൾ നമുക്കിവിടെ ബ്യൂവൻസി എത്ര കിട്ടും? 60,000 ന്യൂട്ടൺ. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വാല്യൂ ഓഫ് G ഓൺ എർത്ത്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ 9.8 നമ്മൾ പറയാറുണ്ട് അല്ലേ? വാല്യൂ ഓഫ് G ഓൺ മൂൺ എത്രയാണ്? ജസ്റ്റ് 1/6 ചെയ്താൽ മതി അല്ലേ? അതിൻ്റെ നേരെ 6 കുറച്ചാൽ മതി. വിൽ ഗ്ലിസറിൻ സിങ്ക് ഇൻ ഓർ ഫ്ലോട്ട് ഓൺ വാട്ടർ. ഗ്ലിസറിൻ വെള്ളത്തിന് മുങ്ങുമോ അതോ പൊങ്ങി കിടക്കുമോ? നമുക്ക് ഇങ്ങനെ സാധനം എടുത്ത് തരും. ഡെൻസിറ്റി ഓഫ് ഗ്ലിസറിൻ 1260 ആണ്. നോക്കൂ, വാട്ടറിൻ്റെ എത്രയാണ്? 1000 ആണ് അല്ലേ? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇതിൽ കൂടുതലാണ് എങ്കിൽ ഉറപ്പായിട്ടും സിങ്ക് ചെയ്യും. 1260 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000ത്തെക്കാട്ടും കൂടുതലായതോ ഗ്ലിസറിൻ എന്ത് ചെയ്യും? സിങ്ക് ചെയ്യും. ഇനി 900 ആണെങ്കിലോ അത് ഫ്ലോട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: തന്നിരിക്കുന്നതിൽ ഏതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് ആവാതിരിക്കാൻ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഇത് വരൂലേ? വരും. ഇതും വരും, പക്ഷേ ഇത് വരൂല. അതെന്താ അങ്ങനെ? ഒരു ടൈമിൽ 2 സ്ഥാനം ഉണ്ടാവില്ല. മനസ്സിലായോ? ഇതൊരു ടൈം 2 പൊസിഷൻ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതാണ് കൂട്ടത്തിൽ പെടാത്ത സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ: ജിയുടെ മൂല്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ദ വാല്യൂ ഓഫ് G ഈസ് ഹൈയസ്റ്റ് ഓൺ എർത്ത്. എവിടെയാണ് ഭൂമിയിൽ? ചിന്തിക്കേണ്ട കാര്യമില്ല. പോളിലാണ് അല്ലേ? ഇക്വേറ്ററിലാണോ? ഇക്വേറ്ററിൽ ജിയുടെ വാല്യൂ 0 ആണ്. സെൻട്രലിൽ ഇക്വേറ്ററിൽ പിന്നെ കുറവാണ്. സെൻട്രലാണ് 0. സ്പേസിൽ നമ്മളിപ്പോൾ പറയുന്നില്ല. പോളാർ റീജിയനാണ് നമുക്ക് റൈറ്റ് ആൻസർ. എവിടെയാണ്? ധ്രുവപ്രദേശത്ത്. റേഡിയസ് കുറവായതുകൊണ്ടാണ്. ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വർക്ക് നടന്നു എന്ന് പറയാൻ പറ്റും. എ വർക്ക് ഈസ് ഡൺ. വെൻ ദർ ഈസ് എൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ എൻ ഒബ്ജക്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ്, എ വർക്ക് ഈസ് ഡൺ ഈസ് സെഡ് ടു ബി. ഓർമ്മയല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ: എന്താണ് അന്തരീക്ഷ അപവർത്തനം? വാട്ട് യു ബൈ അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ? ദ റിഫ്രാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ അറ്റ്മോസ്ഫിയർ ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ. സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: OVC കേബിളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം? എത്രയോ ഉണ്ട്, പക്ഷെ നമ്മൾ 2 പറഞ്ഞാൽ മതി. സിമ്പിളായിട്ട് മെഡിക്കൽ ഫീൽഡ്. രണ്ടാമത്തെ എന്താണ്? ടെലികമ്മ്യൂണിക്കേഷൻ. അതിൽ തന്നെ നമുക്ക് എൻഡോസ്കോപ്പി പറയാം കേട്ടോ. എൻഡോസ്കോപ്പി കൃത്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, സോ പിന്നെ ഏതാ അടുത്ത ക്വസ്റ്റ്യൻ? ഗ്രാഫിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് എന്തിനെ സൂചിപ്പിക്കുന്നു? വാട്ട് ഡസ് ദ ഷെയ്ഡഡ് പോർഷൻ ഓഫ് ദ ഗ്രാഫ് ഇൻഡിക്കേറ്റ്? ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻ ദ കേസ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് തരാം. അപ്പോൾ തൽക്കാലം ഇത്രയും നമ്മൾ പഠിക്കുന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ലൈവിൽ കാണാം. ഓക്കെ, സോ ലൈവിൽ എല്ലാവരും വരാം. ഇന്ന് കൃത്യം 7 മണിക്കും നാളെ രാവിലെ 6 മണിക്കും ഞാനും ശ്രീമസാറുണ്ടായിരിക്കും. നമുക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കണം. ബൈ.